ചേട്ടപ്പം നമ്മുടെ ജീവിതത്തിൽ പറയാതെ നമ്മുടെ ആവശ്യം അറിഞ്ഞ് അല്ലെങ്കിൽ അദർശ്യമായി നമുക്ക് തന്നൊരു സഹായം ചെയ്ത് അതേക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാം, ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല വ്യത്യസ്ത മേഖലകളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ നമ്മുടെ വിഷയമായിട്ട് കണക്ട് ചെയ്ത് അത്തരം അനുഭവത്തിലൂടെ ഞാൻ ചോദിച്ചാൽ ഒരു യാത്രയുടെ ഏതെങ്കിലും പിന്നാമ്പുറത്തുള്ളൊരു കാര്യം പറയാനുണ്ടോ? ഓരോ മനുഷ്യൻ്റെ ബൈബിൾ പറഞ്ഞ പോലെ നിൻ്റെ ഓരോ മണിയിലും അവൻ്റെ പിന്നെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണം അതാണെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും, വേറൊരാളെ എതിർക്കാനുണ്ടല്ലോ. പക്ഷേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് കാണാനുള്ള എൻ്റെ കണ്ണിനതിനുള്ള യോഗമുണ്ടെങ്കിൽ ഞാൻ എത്തിയേക്കും. ഇതേപോലെ പണ്ട് അരിസോണയിൽ ഗ്രാൻഡ് കാനിയൻ്റെ ഇത് കാണാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെയുള്ള സമയങ്ങളിൽ ഈ നാഷണൽ ജോഗ്രഫിയുടെ മാഗസിൻ കണ്ടിട്ട് അതിൽ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ട് ഗ്രാൻഡ് കാനിയൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. അസാധ്യമായ കാഴ്ചകളാണ്. പിന്നീട് വൈൽഡ് വെസ്റ്റ് മൂവീസുകളിൽ, ഹോളിവുഡ് മൂവീസുകളിൽ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടായിരുന്നു. മിഷൻ ഇമ്പോസിബിളിൽ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റിലേക്ക് എത്തിയപ്പോഴും ഒക്കെ നമ്മൾ ഈ പ്രദേശം കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ അതെന്നെ ഒട്ടും ഇമ്പ്രസ് ചെയ്തില്ല. എന്നെ ഇമ്പ്രസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത്, വളരെ വിശാലമായ കാഴ്ചയാണത്. ആകാശത്ത് നിന്ന് കാണുന്ന ഏറ്റവും വിശാലമായ കാഴ്ചയാണ്, താഴെ ഭൂമിയിൽ നിന്ന് കാണുന്ന ഏറ്റവും വിശാലമായ കാഴ്ചയാണ്. ഒരു 180 ഫുൾ ലെവലിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോഗ്രാഫ്സാണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്. ആ ഫോട്ടോഗ്രാഫ്സ് അംശങ്ങളാണ്, ചെറിയ അംശങ്ങളാണ്, ഒരു വലിപ്പത്തിൻ്റെ ചെറിയ ഭാഗങ്ങളായിരുന്നു. സിനിമയിൽ കണ്ടപ്പോഴും അതൊരു ചെറിയ ഭാഗമായിരുന്നു, ചെറിയ ഫോട്ടോസിൻ്റെ വലിപ്പമാണല്ലോ. അപ്പം ആ വലിപ്പമല്ല ഫ്രെയിമിനൊരു ഭംഗിയുണ്ട്. ആ ഭംഗി അല്ല ഞാൻ 180 ഡിഗ്രിയിൽ കാണുമ്പോഴുണ്ടാകുന്നത്. അതിൻ്റെ വലിപ്പമുണ്ട്. ആ വലിപ്പത്തിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽ കാണില്ല. ചിലപ്പോൾ ഓരോ ഭാഗത്തേക്കും നമ്മൾ ചെല്ലുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഭംഗിയുള്ള അവസ്ഥകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരു വലിയ കാഴ്ചയിൽ ഇതെന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അതും ഇത് തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്ന ഒറ്റ കൺസെപ്റ്റിലുള്ളൂ, നമ്മൾക്ക് കാണാനുള്ള വിധികളും നമ്മൾ ആസ്വദിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ സത്യം. എന്നെ കണ്ടില്ല, അതാ പറഞ്ഞത്, നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്നും നമ്മൾ അവിടേക്ക് എത്തുകയാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നാണ് അവിടേക്ക് എത്തുന്നത്, കേട്ട കവിതകളിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് എത്തുന്നത്, കേട്ട ശബ്ദങ്ങളിൽ നിന്നാണ് നമ്മളങ്ങനെ എത്തുന്നത്. സത്യം, നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദൃശ്യമായ ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അയാൾ ചെയ്യുന്നത്. അല്ലാതെ അയാൾ ഒരിക്കലും അദൃശ്യമല്ല, പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ആര് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുന്ന ആൾ നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യന്മാരുടെ ജീവിതത്തിൽ, ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടൊരു കഥയിൽ തീർത്തും നിർഗതിയും പരഗതിയും ഇല്ലാതെ അവശനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ പഠിക്കാനിറങ്ങിയിട്ട് തിരിച്ചിട്ട് പൈസ ഇല്ലാതെ പോയപ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ട് പോയി പഠിച്ചോളൂ, ഭക്ഷണം വാങ്ങിച്ച് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അതാരാണ് എന്താണെന്ന് അറിയാതെ പോകുന്നുണ്ട്. ഇതുപോലുള്ള നിരവധി അവസരങ്ങൾ പല മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്, പല ആളുകളുണ്ടാവാറുണ്ട്. രജനീകാന്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ട് പോയ ഒരു സ്ത്രീയുടെ കഥയുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അടൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ കൊടുത്തു പോയിട്ടുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ പിന്നീട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതുപോലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അദൃശ്യമായ എന്നാൽ വളരെ ദൃശ്യപ്പെട്ടു പോയിട്ടുള്ള കാഴ്ചയുടെ കൂടെ നിന്നിട്ടുള്ള ഒരാളുണ്ടായിട്ടുണ്ട്. ഈ ആളാരെന്ന് തിരിച്ചറിയുകയും അത് അയാളായിരുന്നു എന്ന് പറയുന്നത് പോലെ അത് ദൈവമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നുള്ളത്. നമ്മളൊരു പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷയത്തിൽ പറയുന്ന ഈ ഒരു ശക്തി നമ്മളെ നയിക്കുന്ന ആരെന്നുള്ളൊരു തിരിച്ചറിവ് ഒരു പക്ഷേ ഉണ്ടാകുന്ന അവിടെ നിന്നായിരിക്കാം. അല്ല, തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിന് വളരെ കൃത്യമായി പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം, ആ പ്രവൃത്തികളെക്കുറിച്ച് ഓർമ്മയും ഉണ്ടാവണം എന്നുള്ള. ആ ഓർമ്മകൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ആളുകളെ തിരിച്ചറിയും. ഏതായാലും ഒരുപാട് നമ്മളെന്ന് പറഞ്ഞല്ലേ, നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൈവിധ്യമാർന്ന പല തലങ്ങളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഒരു പക്ഷേ നമ്മൾ പല അധ്യായങ്ങളിൽ പലരുമായി പങ്കുവച്ചിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് യാത്രയുടെയും ജീവിതാനുഭവങ്ങളുടെയും വ്യത്യസ്തമായൊരു വാതിൽ തന്നെയാണ് അതുകൊണ്ടായിട്ടുള്ള ഒരു നമ്മുടെ അഭിമുഖത്തിൽ നിന്നുണ്ടായത്. തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിനോട് 100% അടുത്ത് നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം ഈ സമയം ചിലവഴിക്കാൻ
കാണിച്ച സൗമനസ്യത്തിന് പ്രത്യേകം നന്ദി. ഈ വിഷയത്തിൻ്റെ ഭാഗമായതിന് പ്രത്യേകിച്ച് വലിയൊരു സന്തോഷം തന്നെ എന്ന് പറയാം. കാരണം ഇത്തരം ആൾക്കാർ നമ്മുടെ വിഷയത്തോട് സഹകരിക്കുമ്പോഴാണ് അതിന് 100% എന്ന് നേരത്തെ പറഞ്ഞൊരു ചാരുതയും അല്ലെങ്കിൽ ആധികാരികതയും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുധി ഇത് പറയുമ്പോൾ ആരോ ഒരാൾ എന്ന് പറയുന്ന വാക്കിന് ഉണ്ടാകുന്നത് ആരോ ഒരാൾ എന്നല്ല, ആ ഒരാൾ ആരുമാകട്ടെ അയാൾ നമ്മുടെ ജീവിതമാണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക എന്നുള്ളത്. നമ്മൾ ആരോ ഒരാളെ അല്ല അന്വേഷിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള ആളെയാണ്. ആ കൂടെയുള്ള ആൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഈശ്വരൻ തന്നെയാണ്. ദൈവത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പോകാനും നമുക്ക് നല്ലത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് ഇനിയുള്ള ജീവിതത്തിലെ എല്ലാ കരിയറിലും സ്വന്തം ജീവിതത്തിലെ എല്ലാത്തിലും അഭിവൃദ്ധി ഉണ്ടാകും. എല്ലാവർക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുണ്ട്. എനിക്ക് മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ചേർന്നുകൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ. കാരണം ഒറ്റയ്ക്ക് ഒരു മനുഷ്യനും ഒന്നും നേടാൻ പറ്റില്ല. ഒരു കൂട്ടായ സംഘം ചേരലിലാണ് എപ്പോഴും നന്മയുണ്ടായിട്ടുള്ളത്. ശരിക്കും സംഘം ശരണം ഗച്ഛാമി എന്നുള്ളത്. വിജയമുണ്ടാകുന്നു. ഓൾ ദി ബെസ്റ്റ്. പ്രേക്ഷകരോട് നമ്മളിന്ന് മധുവേട്ടനായിട്ടുള്ള ഈ അധ്യായത്തിൽ നിന്നും തൽക്കാലം യാത്ര പറയുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിസ്മയമായ അവരുടെ ജീവിതത്തിലൊരു ഏടുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരെ ഏവർക്കും നന്മകൾ നേരുന്നു. നമസ്തേ.